ഇപ്പോൾ പല ആളുകൾക്കും ഫാറ്റി ലിവർ ആണ് അല്ലേ. ഈ ഫാറ്റി ലിവർ സിറോസിസിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ആണ്. അതായത് നമ്മുടെ ലിവറിനെ പൂർണ്ണമായിട്ടും ഡാമേജ് ആക്കുകയും മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഫാറ്റി ലിവർ സിറോസിസ് ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 3 ഡ്രിങ്ക്സ് ഫാറ്റി ലിവറിനെ സിറോസിസ് ആക്കും. ഈ 3 ഡ്രിങ്ക്സ് മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡ, പ്രത്യേകിച്ചും ഈ പെപ്സി, കൊക്കക്കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫാറ്റിലുള്ള ആളുകൾ കഴിക്കാനായിട്ട് പാടില്ല. അത് സ്ഥിരമായി കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ സിറോസിസിലോട്ട് വളരെ പെട്ടെന്ന് പോവുകയും നമുക്ക് വളരെ ഡേഞ്ചറസ് ആവുകയും ചെയ്യും. അപ്പോൾ അത് വളരെയധികം ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ മദ്യപാനമാണ്. നമ്മൾ ഫാറ്റി ലിവറുള്ള ഒരു വ്യക്തി സ്ഥിരമായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നാൽ ഫാറ്റി ലിവർ പെട്ടെന്ന് തന്നെ സിറോസിസ് സ്റ്റേജിലോട്ട് പോകാം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഡ്രിങ്കാണ്. സ്പോർട്സ് ഡ്രിങ്ക് എന്നറിയാലോ, നമ്മൾ സാധാരണ ഇപ്പം പല കാര്യങ്ങളും ഇപ്പോൾ എനർജിക്ക് വേണ്ടിയൊക്കെ സ്പോർട്സ് ഡ്രിങ്ക് വാങ്ങിച്ച് മിക്ക ചെറുപ്പക്കാരും കുടിക്കുന്നുണ്ട്. അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ഇങ്ങനെ ധാരാളം സ്പോർട്സ് ഡ്രിങ്ക് കുടിച്ചാൽ വളരെ പെട്ടെന്ന് സിറോസിസ് സ്റ്റേജിലോട്ട് പോകും. വളരെ ചെറുപ്പക്കാരൊക്കെ ഇത്തരത്തിൽ ലിവർ ഫെയിലിയർ വന്ന് മരണപ്പെടാനുള്ള പ്രധാന കാരണമാണ് ഞാൻ വിശദീകരിച്ചത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.